Okay students, now today's topic liang barsky's line clipping. In this algorithm we are giving a time interval for the starting point and ending point of the line. Based upon this time interval we are calculating the intersection points. You can see the time interval here from the starting point to the ending point of our line. For the starting point we are giving a time interval of 0, and for the ending point the time interval is given as 1. And here is an intersection point xy which is at the time interval u. Now we have to find the values for x and y, the coordinate position, the actual coordinate position of the x and y at the time interval u to find the intersection point with our clip window. For that we are constructing an equation here which is x equal to u x2 plus 1 minus u x1. This could also be considered as a distance traveled by x2 plus distance has to be traveled by x1. See, നമ്മളിത് ഈ XY U എന്നുള്ളൊരു ടൈം ഇൻ്റർവെല്ലിൽ നമ്മളുടെ XY പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് ചെയ്തിരിക്കുന്നത് ഈ x ഈക്വൽ ടു this distance multiplied with x2 and this distance multiplied with x1. Okay, then doing some simple calculations we will get this equation x equal to x1 plus u delta x, where delta x equal to x2 minus x1. This is the equation to find the x coordinate at any particular time interval u, where u lies between 0 and 1. In the same way we can calculate y for a particular time interval u. Now here we already know, according to the point clipping algorithm, to determine if our point lies inside the clip window or outside the clip window, there are 4 conditions to check, which is given here: xw min less than x, x less than xw max, and yw min less than y, y less than yw max. Here we know x equal to x1 plus u delta x. ആ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. xw mean less than or equal to x1 plus u delta x less than or equal to xw max, and yw mean less than or equal to y1 plus u delta x less than or equal to yw max. ഈ 4 കണ്ടീഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും ഇക്വേഷൻസ്. അപ്പോൾ ഈ 4 ഇക്വേഷൻസിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സിമ്പലും കാണാനുണ്ട്. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ടൊരു ജനറൽ ഫോർമാറ്റിലേക്ക്, ലൈക്ക് യു പി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യു കെ, വെർ കെ ഈക്വൽ ടു 1 2 3 4, ഈ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചേഞ്ചസ് അതിൽ വരുത്തുന്നുണ്ട്. നോക്കുക, യു ഡെൽറ്റ എക്സ് എന്നുള്ളൊരു ടേം ഇവിടെ ബാക്കിയാവുന്ന രീതിയിൽ നമ്മൾ ഈ x1നെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇക്വേഷൻസിനെയും ആ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്കിവിടെ 2 സിമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനായിട്ട് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളൊരു സിമ്പിളിലേക്ക് മാത്രമായിട്ട് മാറ്റാൻ വേണ്ടി, അതിൻ്റെ ജനറൽ ഫോർമാറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളതിനെ ഒരു നീഡഡ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ മാത്രം ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വേഷൻസിന് ഇനീക്വാലിറ്റീസിന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സും സെയിം ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജനറൽ ഫോർമാറ്റിലേക്ക് ഈ 4 ഇനീക്വാലിറ്റീസ് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഇനീക്വാലിറ്റീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് P1ന്റെ വാല്യൂ -delta x, P2 delta x, P3 -delta y, P4 delta y. അങ്ങനെ Q1 equal to x1 minus xw mean, x2 equal to xw max minus x1, Q3 equal to y1 minus yw min, Q4 equal to yw max minus y1. ഇനി ഈ കിട്ടിയിട്ടുള്ള 8 വാല്യൂസ്, ഇപ്പോൾ പി കേസും ക്യൂ കേസും, ഈ 8 വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ലൈൻ
ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ലിയാങ് ബാസ്കീസ് ലൈൻ ക്ലിപ്പിംഗിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് നോക്കുക. ഇഫ് പി കെ ഈക്വൽ ടു 0, പി കെ 0 ആണെങ്കിൽ ദ ലൈൻ ഈസ് പാരലൽ ടു ദ വിൻഡോ. അത് ഇൻസൈഡ് ആവാം, ഔട്ട്സൈഡ് ആവാം, അല്ലെങ്കിൽ ഓൺ ദ ബൗണ്ടറി ആവാം. അപ്പോൾ നോക്കുക, പി കെ എന്ന് പറയുന്നത് നമുക്കറിയാം x2 മൈനസ് x1 ആണ്. ഡെൽറ്റ എക്സ് ഓർ ഡെൽറ്റ വൈ ആണ് പി കെ. ഇവിടെ കാണാം പി കെ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഓർ ഡെൽറ്റ വൈസ് ആണ്. അപ്പോൾ പി കെ എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ ഡെൽറ്റ എക്സോ ഓർ ഡെൽറ്റ വൈയോ 0 ആയിരിക്കണം. മീൻസ് x2 മൈനസ് x1 ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ y2 മൈനസ് y1 ഈക്വൽ ടു 0 ആവണം. ഈ x2 മൈനസ് x1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലൈൻ പാരലൽ ടു y ആക്സിസ് ആണ്. അതല്ലെങ്കിൽ y2 മൈനസ് y1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലൈൻ പാരലൽ ടു x ആക്സിസ് ആയിരിക്കും. ഇനി ഇതിന്റെ ഇൻസൈഡ് ആവാം, ഔട്ട്സൈഡ് ആവാം, ഇതുപോലുള്ള 3 പോസിബിലിറ്റീസ് അതിലുണ്ടാവാം. അപ്പോൾ അത് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് QKന്റെ വാല്യൂ നോക്കാം. QKന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ലൈൻ ഈസ് ഇൻസൈഡ് എന്നാണ് പറയുന്നത്. QK ലെസ് ദാൻ 0 ആവണമെങ്കിൽ നമുക്കറിയാം ഈ 2 പോസിബിലിറ്റി മാത്രമേ നമുക്കുള്ളൂ. അതിൽ QK ലെസ് ദാൻ 0 ആവണമെങ്കിൽ ഒന്നുകിൽ x1 ലെസ് ദാൻ xw മിൻ ആയിരിക്കണം, അതല്ലെങ്കിൽ y1 ലെസ് ദാൻ yw മിൻ ആയിരിക്കണം. അപ്പോൾ നോക്കുക, QK ലെസ് ദാൻ 0 ആവണമെങ്കിൽ നമുക്ക് x1 ലെസ് ദാൻ xw മിന്ന് ഓർ y1 ലെസ് ദാൻ yw മിൻ ആയിരിക്കണം. അപ്പോൾ yw മിന്നിന്റെ മുമ്പേ ഉള്ള ഒരു y1 ആണെങ്കിൽ നമുക്കറിയാം ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിപ്പിംഗ് ഏരിയയിലല്ല. അതേ സെയിം കേസ് തന്നെയാണ് xw മിന്നിന്റെ മുമ്പേ ഉള്ള ഒരു x1, ആ പോയിന്റും നമ്മളുടെ ക്ലിപ്പിംഗ് വിൻഡോയിലല്ല, അത് പാരലലുമാണ്. അപ്പോൾ പിന്നെ നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുക, ഇതുപോലെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ലൈനായിരിക്കും അത്. അപ്പോൾ അതിനെ നമുക്ക് സിംപ്ലി ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. ദി നെക്സ്റ്റ് കേസ്, ഇഫ് QK ഈസ് ഗ്രേറ്റർ ദാൻ 0, ദ ലൈൻ ഈസ് ഇൻസൈഡ് ഓർ പാർഷ്യലി ഇൻസൈഡ്. ഇതുപോലെ കിടക്കുന്ന ഒരു ലൈൻ ആയിരിക്കാം, കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യലി ഇൻസൈഡ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു കേസ് നമുക്കിവിടെ കാണാം. QK ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മളുടെ x1 മൈനസ് xw മിൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ x1-നെക്കാട്ടിലും ചെറുത് തന്നെയാണ് xw മിൻ എന്ന് പറയുന്നത്. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ 2 കേസസ് ഇവിടെ വരുന്നത് ഇത് x ആക്സിസിന് പാരലൽ ആകുമ്പോൾ വരുന്ന ഒരു കേസും y ആക്സിസിന് പാരലൽ ആകുമ്പോൾ വരുന്ന വേറൊരു കേസുമാണ്. അടുത്ത കേസ് നമുക്ക് വരുന്നത് xk ഈക്വൽ ടു 0ന്റെ കേസിലാണ്. xk ഈക്വൽ ടു 0 എന്ന് വരണമെങ്കിൽ നമുക്കറിയാം x1 ഈക്വൽ ടു xw മിൻ ആയിരിക്കണമെങ്കിൽ മാത്രമേ x1 മൈനസ് xw മിൻ എന്ന് പറയുന്നത് 0 വരുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇതുപോലുള്ളൊരു കേസായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കേസായിരിക്കണം. അപ്പോൾ രണ്ടും സെയിം ആണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ x1 ഈക്വൽ ടു xw മിൻ ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് xw മിൻ തന്നെയാണ്. അപ്പോൾ അതിലാണ് y ആക്സിസിന് പാരലലുമാണെങ്കിൽ ആ ബൗണ്ടറി തന്നെയാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം കേസ് y ആക്സിസിന് പാരലൽ ആവുന്ന കേസിലും വരും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇതുപോലുള്ള ഒരു ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. The next case, if pk is less than 0 implies we have to find xy value for time interval u1 and u1 equal to max of 0 or qk by pk and x equal to x1 plus u1 delta x and y equal to y1 plus u1 delta y. ഇവിടെ പറഞ്ഞിരിക്കുന്നത് pk ലെസ് ദാൻ 0 വരണം. ലെസ് ദാൻ 0 വരണമെങ്കിൽ x2 മൈനസ് x1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 വരണം. x2 മൈനസ് x1 ലെസ് ദാൻ 0 വരണമെങ്കിൽ നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് ഇതുപോലൊരു പോയിന്റ് ആയിരിക്കണം. ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ എൻഡിങ് പോയിന്റ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഗ്രോ ചെയ്യുന്ന, അതിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടായാലും അങ്ങോട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കണം. ഇപ്പോൾ എക്സ് ആക്സിസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ x2 മൈനസ് x1 എന്ന് പറയുന്നത് 0 ലെസ് ദാൻ 0 വരണമെങ്കിൽ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്ക്, എന്തായാലും ഈ ഒരു ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് pk എന്ന് പറയുന്നത് ഡെൽറ്റ എക്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 0 വരുള്ളൂ.
അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ടൈം ഇൻ്റർവൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട യു എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റിലുള്ള ടൈം ഇൻ്റർവൽ ആണ്. നമുക്കറിയാം ഇത് 0 ടൈം ഇൻ്റർവൽ ആയിരിക്കും. അതായത് ഒരു പോയിന്റിന്റെ ഒരു ലൈനിന്റെ ഇനീഷ്യൽ ടൈം ഇൻ്റർവൽ 0യും 1ഉം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ സൈഡിലേക്കാണ് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 1 എന്തായാലും വരാൻ സാധ്യതയില്ല. പിന്നെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്നത് 0 വരെയാണ്. മിനിമം വാല്യൂ അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ QK എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തത് Δx <0 ആവുന്ന കേസാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് QK എന്ന് പറയുന്നത് കിട്ടുന്നത് x1 മൈനസ് XW min ആണ്. x1 മൈനസ് XW min എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ x1 മൈനസ് XW min എന്ന് പറയുമ്പോൾ x1 നമുക്ക് ഇവിടെയാണ് വരുന്നത്, XW min എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമേ കവർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അതിൽ തന്നെ കംപ്ലീറ്റ് ഇല്ല. അതിന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് ഈ ഇന്റർസെക്ഷൻ പോയിന്റ്. ഔട്ട്സൈഡിലേക്ക് പോകുന്ന ആ ഒരു പോയിന്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ QK എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇതായിരിക്കും തരുന്നത്. ഡിവൈഡഡ് ബൈ PK ആണ്. ഡിവൈഡഡ് ബൈ PK എന്ന് പറയുമ്പോൾ x2 മൈനസ് x1 ആണ്. അത് നെഗറ്റീവ് വാല്യൂ ആണ് എങ്കിൽ പോലും x2 മൈനസ് x1 എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഈ ലൈന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ആ കേസ്. PK <0 വരുന്ന കേസിൽ വി ഹാവ് ടു ഫൈൻഡ് ദ XY വാല്യൂ ഫോർ ദ ടൈം ഇന്റർവൽ U1 ആൻഡ് U1 ഈക്വൽ ടു മാക്സ് ഓഫ് 0 ഓർ ആൻഡ് QK ഡിവൈഡഡ് ബൈ PK. അങ്ങനെ U1 നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ U1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാരാമീട്രിക് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കുക. ഇഫ് PK ഈസ് ഗ്രേറ്റർ ദാൻ 0. PK ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ x2 മൈനസ് x1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലുള്ള ഒരു ലൈനായിരിക്കും. x2 മൈനസ് x1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. നമുക്ക് x2 മൈനസ് x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ QK എന്ന് പറയുന്നത് XW മാക്സ് മൈനസ് x1 ആയിരിക്കും. നമ്മളുടെ നോക്കുക, Δx എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ XW മാക്സ് മൈനസ് x1 ആണ് QK എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് U2 ആണ് കാണാനുള്ളത്. U2 എന്ന് പറയുമ്പം ഫൈനൽ പൊസിഷനാണ് കാണാനുള്ളത്. ഫൈനൽ ടൈം ഇൻ്റർവൽ ആണ് കാണേണ്ടത്. അപ്പോൾ ഫൈനൽ ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് മിനിമം ഓഫ് 1 ആൻഡ് QK ബൈ PK ആണ്. നേരത്തെ നമ്മൾ ഇനീഷ്യൽ U1 കണ്ട ഇനീഷ്യൽ ടൈം ഇൻ്റർവൽ U1 കണ്ടതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ മാക്സ് ആയിരുന്നു, ഇവിടെ മിൻ ആണ്. U1 ആൻഡ് U2 ആർ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ടൈം ഇൻ്റർവൽ ഓഫ് എ ലൈൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ U1 ഈക്വൽ ടു 0 ആണ്, ഫൈനൽ പോയിന്റിൽ U2 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ലൈൻ. ഇവിടെ 0 മുതൽ മാക്സിമം 1 വരെ പോവാം. ഈ 1 എന്ന് പറയുന്നത് നമ്മളുടെ ക്ലിപ്പ് വിൻഡോന്റെ അകത്ത് തന്നെയാണെങ്കിൽ നമുക്ക് 1 ആയിരിക്കും അതിന്റെ ടൈം ഇന്റർവൽ കിട്ടുക. അതല്ല പുറത്താണെങ്കിൽ നമുക്ക് 0ന്റെയും 1ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ ഇവിടെ മാക്സിമം ആണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ മിനിമം ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു കേസിൽ മാക്സിമം 1 വരെ പോവാം. അതിന്റെ മുമ്പേ നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് കാണുകയാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ U2 എന്ന് പറയുന്ന ടൈം ഇന്റർവൽ. ഈ ഒരു കേസിൽ പറയുമ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ 0 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്, ഇത് 1 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എത്ര പോർഷൻ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം? 0 മിനിമം എന്തായാലും വരും. ഇൻ കേസ് നമുക്ക് ഈ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് മാക്സിമം 0 എന്തായാലും വരും. അവിടെ നിന്ന് പിന്നെ ഏത് വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലൊക്കെ പോകുന്ന ലൈനാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് 1 വരെ തന്നെ ഇത് കിട്ടും. പക്ഷെ അത് അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നമുക്കിവിടെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മാക്സിമം പോയിന്റ് എവിടെ വരെ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് മാക്സിമം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ U2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ x ഈക്വൽ ടു x1 പ്ലസ് U2 Δx
y ഈക്വൽ ടു y1 പ്ലസ് u2 ഡെൽറ്റ y ഈക്വേഷൻസ് യൂസ് ചെയ്ത് എക്സും വൈയും ഈ ഒരു കേസിലും കാണാവുന്നതാണ്, ഇന്റർസെക്ഷൻ പോയിന്റ്സ് കാണാവുന്നതാണ്. അപ്പോൾ നോക്കുക, where u1 and u2 are initial and final time intervals of a line. So here u1 equal to 0 means no change in the initial point. നമ്മൾ u1 ആണ് ഇവിടെ ഫൈൻഡ് ചെയ്തത്. u1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതിൽ ചേഞ്ച് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് u1 0 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് കാണുകയാണെങ്കിൽ അവിടെ തൊട്ട് തന്നെയാണ് നമ്മളെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ u1 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1ലേക്കുള്ള ആ ഒരു ഗ്രോത്തിൽ ഇവിടെ വരുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മളുടെ സ്റ്റാർട്ടിംഗ് ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇത്രയും പോർഷൻ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടതാണ്. The starting point of the given line is inside the window. Therefore, only if u1 not equal to 0, we need to compute the xy intersection points of the line. If u2 not equal to 1 means the point is outside the window and we need to find the intersection point xy for the line end. നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്യാനുള്ളത്. മിനിമം ഓഫ് അപ് ടു 1 വരെയാണ് പോകാനുള്ളത്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇന്റർസെക്ഷൻ പോയിന്റിലെ ഒരു യു നമുക്ക് കിട്ടും. അതിന്റെ മിനിമം ആണ് നമ്മൾ എടുക്കുന്നത് 1ലും ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിലും ഉള്ള. അപ്പോൾ ഇവിടുന്ന് 0 മുതൽ 1 വരെയുള്ളത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു യു നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇഫ് u2 not equal to 1 implies the point is outside the window and we need to find the intersection point xy for the line end. If u1 and u2 changes, both lines are outside the window. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ 2 ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ലിയാങ് ബാസ്കി ലൈൻ ക്ലിപ്പിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമ്മളൊരു ടൈം ഇന്റർവെൽ അസൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ ലൈനിന്റെ ക്ലിപ്പിംഗ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനീഷ്യൽ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 0യും ഫൈനൽ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 1ഉമാണ്. പിന്നീട് നമ്മൾ പോയിന്റ് ക്ലിപ്പിങ്ങിന്റെ 4 കണ്ടീഷൻസ് ഇവിടെ റീയൂസ് ചെയ്തു. നമുക്ക് 2 ലൈൻ എൻഡ് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ ലൈൻ എൻഡ് പോയിന്റും എവിടെ നിൽക്കുന്നു, അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് അതിനെ നമ്മൾ റീയൂസ് ചെയ്തത്. അപ്പോൾ അതിലുള്ള ഇക്വേഷൻസിനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്തു. ആ ഫോർമാറ്റ് ചെയ്ത് ഇത്രയും 8 വാല്യൂസ് നമുക്ക് കിട്ടി. ആ 8 വാല്യൂസിന്റെ ബേസിലാണ് നമ്മൾ പിന്നീടുള്ള കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പി കെ ഈക്വൽ ടു 0 ആവുന്ന 2 കേസസ് വരും, പി കെ ഗ്രേറ്റർ ദാൻ 0 വരുന്ന 2 കേസസ് വരും, പി കെ ലെസ് ദാൻ 0 വരുന്ന കേസസും വരും. അപ്പം ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് അത് അതിന് പാരലൽ ആണോ എന്നുള്ളത് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നോൺ പാരലൽ ആവുമ്പോഴാണ് നമുക്ക് പി കെ ലെസ് ദാൻ 0യും പി കെ ഗ്രേറ്റർ ദാൻ 0യും നോക്കേണ്ടതുള്ളത്. അപ്പോൾ ഓരോ പോയിന്റും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഓരോ പോയിന്റിന്റെയും ക്ലിപ്പ് വിൻഡോ ഇന്റർസെക്ഷൻ പോയിന്റ് ക്ലിപ്പ് കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന്റെ യു കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ XY പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ അപ് ടു ദാറ്റ് പോയിന്റ് ആ ഒരു ലൈൻ ക്ലിപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ വ്യൂ പോർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടതാണ്. അതിനെ നമ്മൾ എടുക്കുന്നു, കൺസിഡറേഷനിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.